നമസ്കാരം. എല്ലാവർക്കും ലേൺ സ്ക്രോളിലേക്ക് സ്വാഗതം. 7th ക്ലാസ്സിൻ്റെ സോഷ്യൽ സയൻസ് പാർട്ട് 2 ചാപ്റ്റർ 10 ബജറ്റ് വികസനത്തിൻ്റെ നേർരേഖ. ബജറ്റ് ദ ട്രൂ റെക്കോർഡ് ഓഫ് ഡെവലപ്മെൻറ്റ്. ആദ്യം നമുക്ക് ചിലവ് എന്താണെന്ന് നോക്കാം. സാധനങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ സേവനങ്ങൾ ലഭിക്കാനോ. സേവനങ്ങൾ എന്ന് വെച്ചാൽ എന്താ? നമുക്കിപ്പം ഒരു അസുഖം വന്നു എന്ന് ഇരിക്കട്ടെ, നമ്മൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നു. ഹോസ്പിറ്റലിലോട്ട് പോകുന്ന സമയത്ത് അവിടെ ഡോക്ടർ നമ്മളെ പരിശോധിക്കുകയില്ലേ ചെയ്യുന്നത്? അത് ഒരു തരത്തിലുള്ള സേവനമാണ്. അതായത് ഒരാൾക്ക് വേണ്ടി മറ്റൊരാൾ ചെയ്തു തരുന്ന ഒരു പ്രവൃത്തിയെയാണ് സേവനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സാധനം വാങ്ങാനോ സേവനം ലഭ്യമാക്കാനോ വേണ്ടി നമ്മൾ നൽകേണ്ടി വരുന്ന പണത്തിനെയാണ് ചിലവ് എന്ന് പറയുന്നത്. കുടുംബ ചിലവ് എന്താണെന്ന് നോക്കാം, അഥവാ ഫാമിലി എക്സ്പെൻഡിച്ചർ. നമുക്കറിയാം, നമ്മളൊരു ഫാമിലിയിൽ ജീവിക്കുകയാണെങ്കിൽ ധാരാളം ചിലവുകൾ ഉണ്ടാവും അല്ലേ? വാട്ടർ ബില്ലായിക്കോട്ടെ, കറണ്ട് ബില്ലായിക്കോട്ടെ, ആഹാരത്തിനുള്ളത്, അങ്ങനെ ധാരാളം ചിലവുകൾ ഉണ്ടാവും. അപ്പോൾ ചില ഫാമിലീസ് മന്ത്ലി അത് കണക്ക് കൂട്ടി വയ്ക്കും, അല്ലെങ്കിൽ ചില ഫാമിലീസ് അത് വർഷത്തിലായിരിക്കും നോക്കുക. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ചിലവാക്കുന്ന ആകെ തുകയാണ് കുടുംബ ചിലവ് എന്ന് പറയാം. അപ്പോൾ നമ്മളുടെ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളുടെ കയ്യിൽ നിന്ന് പണം ചിലവാകുമല്ലോ അല്ലേ? ആ തുകയാണ് ഇവിടെ കുടുംബ ചിലവെന്ന് പറയുന്നത്. ദ ടോട്ടൽ എമൗണ്ട് സ്പെൻഡ് ഓൺ ഓൾ ദി നീഡ്സ് ഓഫ് എ ഫാമിലി ഓവർ എ ഗീവൻ പീരീഡ് ഓഫ് ടൈം. കുടുംബ ചിലവിനെ രണ്ടായി തരംതിരിക്കാം. ഒന്ന്, പ്രതീക്ഷിത ചിലവ് അഥവാ എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ. രണ്ട്, അപ്രതീക്ഷിത ചിലവ് അഥവാ അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ. നമുക്ക് പ്രതീക്ഷിത ചിലവ് എന്താണെന്ന് നോക്കാം. ഒരു ഉദാഹരണം എടുത്ത് പറയുകയാണെങ്കിൽ, നമ്മുടെ കറണ്ട് ബില്ല്. എല്ലാ മാസവും കറണ്ട് ബില്ല് വരുമെന്ന് നമുക്കറിയാലോ. നമ്മളുടെ വീട്ടിൽ കറണ്ട് ഉണ്ടെങ്കിൽ എല്ലാ മാസവും നമുക്ക് കറണ്ട് ബില്ല് വരും. അത് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റും. അപ്പം ഈ മാസം കറണ്ട് ബില്ല് വരുന്നു, അടുത്ത മാസവും കറണ്ട് ബില്ല് വരുന്നു. അപ്പം അതിനുള്ള പൈസ നമ്മൾ മാറ്റി വയ്ക്കണം എന്നൊരറിവ് നമുക്കുണ്ട്. അപ്പം അതുപോലെ ഒരു കുടുംബത്തിൽ ഉണ്ടാവാൻ പോകുന്ന ചിലവ് മുൻകൂട്ടി അറിയാൻ സാധിക്കുന്നത്, നമ്മുടെ കറണ്ട് ബില്ല് നമുക്ക് മുൻകൂട്ടി അറിയാൻ സാധിക്കും. അങ്ങനെ മുൻകൂട്ടി അറിയാൻ സാധിക്കുന്ന ചിലവുകളെയാണ് പ്രതീക്ഷിത ചിലവ് അഥവാ എക്സ്പെക്റ്റഡ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. പ്ലാനിങ് ദ ഫ്യൂച്ചർ എക്സ്പെൻസസ് ഓഫ് എ ഫാമിലി. ഉദാഹരണം, ആഹാരം, വൈദ്യുതി ബില്ല്. രണ്ട്, അപ്രതീക്ഷിത ചിലവ് എന്താണെന്ന് നോക്കാം. ഒരു കുടുംബത്തിന് മുൻകൂട്ടി അറിയാൻ കഴിയാത്തതും പെട്ടെന്നുണ്ടാവുന്നതുമായ ചിലവുകൾ. നമ്മളുടെ ഫാമിലിയിൽ ഒരാൾക്ക് ഒരു അസുഖം വരാൻ തന്നെ ഇരിക്കട്ടെ, നമുക്കത് മുൻകൂട്ടി അറിയാൻ കഴിയുമോ? ഇല്ല. അതേപോലെ എന്തെങ്കിലും ഫ്ലഡോ അങ്ങനെയുള്ള കാര്യങ്ങൾ വരികയാണെങ്കിലും നമുക്ക് മുൻകൂട്ടി അറിയാൻ കഴിയില്ല. പക്ഷേ ഇത്തരത്തിലുള്ള അവസ്ഥ വരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പണം ചിലവാകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ മുൻകൂട്ടി അറിയാൻ കഴിയാത്തതും പെട്ടെന്ന് ഉണ്ടാവുന്നതുമായിട്ടുള്ള ചിലവുകളാണ് അപ്രതീക്ഷിത ചിലവുകൾ എന്ന് പറയുന്നത്. അൺഎക്സ്പെക്റ്റഡ് ആൻഡ് സഡൻ എക്സ്പെൻസസ് ഓഫ് എ ഫാമിലി. ഉദാഹരണം, പ്രകൃതി ദുരന്തങ്ങൾ, രോഗങ്ങൾ. അടുത്തത് പൊതുചിലവ് അഥവാ പബ്ലിക് എക്സ്പെൻഡിച്ചർ. സർക്കാർ രാജ്യത്തിൻ്റെ വികസനത്തിനും ജനങ്ങളുടെ ക്ഷേമത്തിനുമായി നടത്തുന്ന എല്ലാത്തരം ചിലവുകളെയുമാണ് പൊതുചിലവുകൾ എന്ന് പറയാം. രാജ്യത്തിൻ്റെ വികസനം എന്ന് പറയുമ്പം റോഡ്, തുറമുഖം, പാലം ഇങ്ങനെ തുടങ്ങിയവയെല്ലാം നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമം എന്ന് പറയുമ്പം അതിൽ അടിസ്ഥാന ആവശ്യങ്ങളായ ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം, പിന്നെ ആ പ്രദേശത്തിലെ അല്ലെങ്കിൽ ആ രാജ്യത്തിലെ ജനങ്ങളുടെ ആരോഗ്യം, വിദ്യാഭ്യാസം, ഇതെല്ലാം ജനക്ഷേമത്തിൻ്റെ ഭാഗമാണ്. പബ്ലിക് എക്സ്പെൻഡിച്ചർ റെഫേഴ്സ് ടു ദ മണി സ്പെൻഡ് ബൈ ദ ഗവൺമെൻറ് ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ് ആൻഡ് പീപ്പിൾസ് വെൽഫെയർ. അപ്പം ഇത്തരത്തിലുള്ള ചിലവുകളെയാണ് എന്ത് പറയുന്നത്? പൊതുചിലവ് എന്ന് പറയുന്നത്. പൊതുചിലവുകളെ രണ്ടായി തരംതിരിക്കാം. ഒന്ന്, വികസന ചിലവുകൾ അഥവാ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ. രണ്ട്, വികസനേതര ചിലവുകൾ അഥവാ നോൺ ഡെവലപ്മെൻ്റൽ എക്സ്പെൻഡിച്ചർ. രാജ്യത്തിന്
കൂടുതൽ വരുമാനമുണ്ടാക്കാനും ജനങ്ങൾക്ക് മികച്ച ജീവിതം നൽകാനും സർക്കാർ ചിലവാക്കുന്ന പണമാണ് വികസന ചിലവുകൾ. ദ ഗവൺമെൻറ് സ്പെൻഡ്സ് ടു ജനറേറ്റ് മോർ റവന്യൂ ഫോർ ദ കൺട്രി ആൻഡ് ടു പ്രൊവൈഡ് എ ബെറ്റർ ലൈഫ് ഫോർ ദ പീപ്പിൾ. ഉദാഹരണം: പാലം, തുറമുഖം, വിദ്യാഭ്യാസ സ്ഥാപനം. 2. വികസനേതര ചിലവുകൾ. രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് നേരിട്ട് സഹായിക്കാത്ത ചിലവുകളെയാണ് വികസനേതര ചിലവുകൾ എന്ന് പറയുന്നത്. ഉദാഹരണം: ഫീസ്, പിഴ, ഗ്രാൻഡ് തുടങ്ങിയവ. പൊതുവരുമാനത്തെ രണ്ടായി തരംതിരിക്കാം: ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ. ആദ്യം നമുക്ക് പൊതുവരുമാനം എന്താണെന്ന് നോക്കാം. പൊതുവരുമാനം എന്നാൽ സർക്കാർ നടത്തുന്ന ഭരണത്തിനും വികസനത്തിനും ആവശ്യമായ പണം സർക്കാരിന് എവിടെ നിന്നൊക്കെ കിട്ടുന്നു എന്നതാണ്. നമ്മുടെ രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണമെങ്കിൽ, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെങ്കിൽ നമ്മുടെ സർക്കാരിന് പണം ആവശ്യമാണ് അല്ലേ? അപ്പം അത് എവിടെ നിന്നൊക്കെ കിട്ടുന്നു എന്നുള്ളതാണ് പൊതുവരുമാനം എന്ന് കൊണ്ടുദ്ദേശിക്കുന്നത്. പൊതുവരുമാനത്തെ അല്ലെങ്കിൽ പബ്ലിക് റവന്യൂവെ രണ്ടായി തരംതിരിക്കുന്നു: ടാക്സ് റവന്യൂ, നോൺ ടാക്സ് റവന്യൂ എന്നിങ്ങനെ. ടാക്സ് റവന്യൂ അഥവാ നികുതി വരുമാനം എന്താണെന്ന് നോക്കാം. നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനത്തെയാണ് നികുതി വരുമാനം എന്ന് പറയുന്നത്. നികുതി വരുമാനം 2 തരത്തിലാണുള്ളത്. ഒന്ന്, പ്രത്യക്ഷ നികുതി അഥവാ ഡയറക്റ്റ് ടാക്സ്. 2, പരോക്ഷ നികുതി അഥവാ ഇൻഡയറക്റ്റ് ടാക്സ്. പ്രത്യക്ഷ നികുതി എന്താണെന്ന് നോക്കാം. നമ്മൾ തന്നെ നേരിട്ട് സർക്കാരിന് കൊടുക്കുന്ന പണമാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. നിങ്ങളൊരു വരുമാനം ഉള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായും ഒരു പരിധിയിൽ കൂടുതലാണ് നിങ്ങളുടെ വരുമാനമെങ്കിൽ തീർച്ചയായും സർക്കാരിന് ഒരു തുക ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. അത് നിങ്ങളുടെ വരുമാനത്തിനനുസരിച്ച് കൂടിയും കുറഞ്ഞും എല്ലാം ഇരിക്കും. അപ്പോൾ നിങ്ങളുടെ മേലാണ് ആ ടാക്സ് എങ്കിൽ അത് നിങ്ങൾ തന്നെ അടയ്ക്കണം. അതാണ് ഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. മറ്റൊരാൾക്ക് അത് അടയ്ക്കാൻ സാധിക്കില്ല. ആരുടെ പേരിലാണോ ആ നികുതി ഉള്ളത് ആ വ്യക്തി വേണം അത് അടയ്ക്കാനായിട്ട്. ദ മണി വി പേ ഡയറക്റ്റ്ലി ടു ദ ഗവൺമെൻറ്. അടുത്തത് പരോക്ഷ നികുതി അഥവാ ഇൻഡയറക്റ്റ് ടാക്സ്. പരോക്ഷ നികുതി എന്നാൽ നമ്മൾ നേരിട്ടല്ലാതെ സർക്കാരിന് നൽകുന്ന പണമാണ്. കടയിൽ നിന്ന് ഏതൊരു വസ്തു നമ്മൾ വാങ്ങുകയാണെങ്കിലും അതിന് ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ചെറിയൊരു കട്ടർ വാങ്ങുകയാണെങ്കിലും റബ്ബർ വാങ്ങുകയാണെങ്കിലും ചെറിയൊരു ശതമാനം ടാക്സ് നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഡയറക്റ്റ് അല്ല കൊടുക്കുന്നത്, ഇൻഡയറക്റ്റ് ആയിട്ടാണ് അത് ഗവൺമെൻറ്റിലേക്ക് എത്തുന്നത്. അതിനാലാണ് നേരിട്ടല്ലാതെ സർക്കാരിന് നൽകുന്ന പണമാണ് ഇൻഡയറക്റ്റ് ടാക്സ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് ടാക്സ് ഈസ് ദ മണി വി പേ ടു ദ ഗവൺമെൻറ് ഇൻഡയറക്റ്റ്ലി. അടുത്തത് നികുതിയേതര വരുമാനം, നോൺ ടാക്സ് റവന്യൂ. നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു നികുതി വരുമാനം അത് നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനമാണ്. പക്ഷേ നികുതിയേതര വരുമാനം പറഞ്ഞാൽ എന്താ? നികുതിയിലൂടെ അല്ലാതെ ലഭിക്കുന്ന വരുമാനം, അതാണ് നോൺ ടാക്സ് റവന്യൂ. നോൺ ടാക്സ് റവന്യൂ ഈസ് ദ മണി ഏൺഡ് ബൈ ദ ഗവൺമെൻറ് ത്രൂ സോഴ്സസ് അതർ ദാൻ ടാക്സസ്. ഉദാഹരണം: ഫീസ്, പിഴ, പെൻഷൻ തുടങ്ങിയവ. ഇനി എന്താണ് നികുതി എന്നത് നോക്കാം. വാട്ട് ഈസ് ടാക്സ്? ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി എന്ന് പറയുന്നത്. ആദ്യം തന്നെ പറഞ്ഞിരുന്നു, സർക്കാർ നമ്മളുടെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയും അവിടെയുള്ള ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയും ഓരോ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ഇതിനു വേണ്ടി സർക്കാരിന് പണം ആവശ്യമാണല്ലോ. അപ്പോൾ ജനങ്ങളുടെ സൈഡിൽ നിന്നും സർക്കാരിന് പണം ലഭിക്കുന്നുണ്ട്. അപ്പം അതിനുവേണ്ടി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി എന്ന് പറയുന്നത്. മനസ്സിലായോ? ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് വേണ്ടി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായും നൽകേണ്ട പണമാണ് നികുതി എന്ന് പറയുന്നത്. ടാക്സ് ഈസ് ദ കമ്പൽസറി പേയ്മെൻറ്റ് മെയ്ഡ് ബൈ സിറ്റിസൺസ് ടു ദ ഗവൺമെൻറ് ഫോർ വെൽഫെയർ ആൻഡ് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. ഇനി എന്താണ് GST എന്നുള്ളത് നോക്കാം. ചരക്ക് സേവന നികുതി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മേൽ ചുമത്തുന്ന ഒരൊറ്റ നികുതി. എ സിംഗിൾ ടാക്സ് ലീവ്ഡ് ഓൺ ഗുഡ്സ് ആൻഡ് സർവീസസ്. 2017 ജൂലൈ 1 ഇത് നിലവിൽ വന്നത്. എന്താണ് ബജറ്റ്?
സർക്കാരിൻ്റെ വരവ് ചിലവുകളുടെ മുൻകൂട്ടിയുള്ള കണക്ക്. ആൻ അഡ്വാൻസ് എസ്റ്റിമേറ്റ് ഓഫ് ദ ഗവൺമെൻറ്റ്സ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ. നമ്മുടെ രാജ്യത്ത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. ബജറ്റിനെ 3ആയി തരംതിരിക്കാം. മിച്ച ബജറ്റ് അഥവാ സർപ്ലസ് ബജറ്റ്. 2 സന്തുലിത ബജറ്റ് അഥവാ ബാലൻസ്ഡ് ബജറ്റ്. 3 കമ്മി ബജറ്റ് അഥവാ ഡെഫിസിറ്റ് ബജറ്റ്. മിച്ച ബജറ്റ് അഥവാ സർപ്ലസ് ബജറ്റ് വരവ് കൂടുതലും ചിലവ് കുറവുമാണ്. ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവും. സന്തുലിത ബജറ്റ് അഥവാ ബാലൻസ്ഡ് ബജറ്റ് വരവും ചിലവും അവിടെ തുല്യമാണ്. ഈക്വൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ. കമ്മി ബജറ്റ് അഥവാ ഡെഫിസിറ്റ് ബജറ്റ് വരവ് കുറവും ചിലവ് കൂടുതലും. ഇൻകം കുറവും എക്സ്പെൻഡിച്ചർ കൂടുതലും. പബ്ലിക് ഡെപ്റ്റ് അഥവാ പൊതുകടം. വികസനക്ഷേമ പ്രവർത്തനങ്ങൾ ഭരണപരമായ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റാനും വരുമാനം തികയാതെ വരുന്നു. ആയതിനാൽ സർക്കാർ ജനങ്ങളിൽ നിന്നോ ബാങ്കുകളിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ എടുക്കുന്ന കടമാണ് പൊതുകടം എന്നത്. ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ രാജ്യത്ത് ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ, നമുക്ക് വേണ്ടി ചെയ്യുന്ന ക്ഷേമ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ ചെയ്യുമ്പം സർക്കാരിൻ്റെ കയ്യിൽ വരുമാനം അല്ലെങ്കിൽ പൈസ തികയാത്ത ഒരു അവസ്ഥ വരുന്നു. ആ അവസ്ഥകളിൽ സർക്കാർ ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ കടമെടുക്കുന്നു. ആ കടത്തെയാണ് പൊതുകടമെന്ന് പറയുന്നത്. പബ്ലിക് ഡെപ്റ്റ് ഈസ് ദ മണി ബോറോഡ് ബൈ ദ ഗവൺമെൻറ് ഫ്രം ദ പീപ്പിൾ, ബാങ്ക്സ് ഓർ അതർ കൺട്രീസ്. ഈ പൊതുകടം 2 തരത്തിലാണുള്ളത്. 1 ആഭ്യന്തര കടം അഥവാ ഇൻറ്റേർണൽ ഡെപ്റ്റ്. 2 വിദേശ കടം അഥവാ എക്സ്റ്റേണൽ ഡെപ്റ്റ്. ആഭ്യന്തര കടം എന്നാൽ സർക്കാർ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ നിന്നും തന്നെ എടുക്കുന്ന കടമാണ് ആഭ്യന്തര കടം എന്ന് പറയുന്നത്. ഇൻറ്റേർണൽ ഡെപ്റ്റ് ഈസ് ദ മണി ബോറോഡ് ബൈ ദ ഗവൺമെൻറ് ഫ്രം വിത്തിൻ ദ കൺട്രി ഇറ്റ് സെൽഫ്. വിദേശ കടം എന്ന് പറയുന്നത് സർക്കാർ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ വിദേശ ബാങ്കുകളിൽ നിന്നോ വാങ്ങുന്ന കടത്തെയാണ്. എക്സ്റ്റേണൽ ഡെപ്റ്റ് ഈസ് ദ മണി ബോറോഡ് ബൈ ദ ഗവൺമെൻറ് ഫ്രം അതർ കൺട്രീസ് ഓർ ഫോറിൻ ബാങ്ക്സ്. എന്താണ് ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസി? ധനനയം എന്നാൽ സർക്കാരിൻ്റെ വരുമാനവും ചിലവും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന നിയമങ്ങളാണ്. ധനനയം എന്നാൽ സർക്കാരിൻ്റെ വരുമാനവും ചിലവും എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന നിയമങ്ങളാണ്. ഫിസ്ക്കൽ പോളിസി ഈസ് ദ സെറ്റ് ഓഫ് റൂൾസ് ഓർ പോളിസീസ് ദാറ്റ് ഡിസൈഡ് ഹൗ ദ ഗവൺമെൻറ് ഷുഡ് മാനേജ് ഇറ്റ്സ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ. Thanks for watching. For more videos, like, share and subscribe.